സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1139 ബ്രീഫ് സ്പോയിലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വൺ പീസിന്റെ സ്പോയിലേഴ്സിന് വേണ്ടി കാത്തിരിക്കണം നിങ്ങളുടെ വൺ പീസിന്റെ ഡൈ ഹാർഡ് ഫാനിലെ അവൻ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതേപോലെ തന്നെ നിങ്ങളും നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമി ആൻഡ് മാങ്ക റിലേറ്റഡ് വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ചാപ്റ്ററിന്റെ പേര് ദി മൗണ്ടൻ ഈറ്റർ എന്നാണ്. കവർ പേജിന്റെ അകത്ത് പറയുന്നത് നമ്മുടെ ഹൂഹുയിലെ പുള്ളിക്കാരൻ പേജ് 1 അതേപോലെ തന്നെ ഉൾട്ടിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുവാണ്. ആദ്യം തന്നെ ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതായത് 13 പേജസ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അത് മാത്രമല്ലാതെ മെജോറിറ്റിയും ലൂഫി, സോറോ, നാമി ആൻഡ് റോഡ് ഇവരെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2011 ചാപ്റ്റർ 631 ഒരാളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ആരാണെന്നുള്ള കാര്യത്തിൽ ഭയങ്കരധികം ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കുറെ പേര് ഷീക്ക എന്ന് പറഞ്ഞു, അതേപോലെ ഗബാനാണെന്ന് കുറെ പേരൊക്കെ പറഞ്ഞു. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത് ഷീക്ക ആയിരുന്നു എന്നാണ്. എന്നാൽ ഈ ചാപ്റ്ററിന് അത് ആ മിസ്റ്ററി ഫുൾ അങ്ങനെ അഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്കോപ്പർ ഗബാനാണ്. എന്നാൽ ഓടെ പുള്ളിക്കാരനെ പ്രസന്റ് ചെയ്യുന്നത് യാസാൻ എന്ന പേരിലാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ റിപ്ലിയിലെ പുള്ളിക്കാരുടെ ഭർത്താവ് നമ്മുടെ ഗബാനാണ്. ഏതൊരു ചാപ്റ്ററിന്റെ അകത്ത് നമ്മുടെ കോളം പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരുടെ ഫാദർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഓഫ്കോഴ്സ് സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ റോജറിന്റെ ക്രൂയിലുള്ള ഗബാൻ തന്നെയാണല്ലോ പുള്ളിയുടെ ഫാദർ. പുള്ളി എവിടേക്ക് വന്നിട്ട് ആ കാസലിനകത്തുള്ള ഒരു ട്രഷർ റൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് ലോക്കിയുടെ താക്കോലും എടുക്കുന്നുണ്ട്. ഇതേ സമയം ബാക്കിയുള്ള ജയൻസ് നമ്മുടെ ഉസോപ്പിന് എടുക്കലും അത് മാത്രമല്ലാതെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ എടുക്കലും ഈ സ്കോപ്പർ ഗബാനെ പറ്റി പറയുന്നുണ്ട്. പുള്ളി ഇവിടെ എൽബഫിലാണ് താമസിക്കുന്നത്. അത് മാത്രമല്ലാതെ പൈലറ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാനുമായിരുന്നു സ്കോപ്പർ ഗബാൻ. ഇനി സ്ട്രെങ്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ റോജറിന്റെ ലൈലയുടെ ഈക്വൽ ആണെന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ലാതെ ലെജൻഡറി സ്റ്റാർ എന്നാണ് ഗബാനെ അറിയപ്പെടുന്നത്. അങ്ങനെ ചാപ്റ്റർ അവസാനിക്കുന്നത് ഗബാൻ ലൂഫിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. നിനക്ക് ഈ താക്കോൽ വേണമെന്നുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. അടുത്ത ആഴ്ച എന്തായാലും ചാപ്റ്റേഴ്സ് ഇല്ല. അത് ബ്രേക്ക് ആണെന്നുള്ള കാര്യം ഒഫീഷ്യലി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഹി ഡിസേർവ്സ് എ ബ്രേക്ക്. പുള്ളിക്കാരൻ എന്തായാലും ബ്രേക്ക് വേണം, റെസ്റ്റ് എടുക്കട്ടെ. എന്തായാലും ചാപ്റ്റർ 1140 അകത്ത് ലൂഫി വേഴ്സസ് ഗബാൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ക്യാരക്ടേഴ്സുമായിട്ടാണ് ഇവിടെ ക്ലാഷ് ഒക്കെ വരുന്നത്. സോ എന്തായാലും എൽബഫ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഉറപ്പായിട്ടുണ്ട്. സോ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കണ്ട.